സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് ബി.ജെ.പി. മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് പ്രവർത്തകരുടെ മാർച്ച് ഇപ്പോൾ സംഘർഷത്തിൽ നീങ്ങിയിരിക്കുകയാണ്. ബാരിക്കേഡിന് മുകളിലേക്ക് കയറി പ്രവർത്തകർ പ്രതിഷേധിച്ചു. ഇപ്പോൾ പോലീസ് വാഹനത്തിന് നേർക്കും പ്രതിഷേധമാണ്. പ്രസാദ്, ഇപ്പോൾ വലിയ പ്രതിഷേധ പരിപാടിയാണ് മഹിളാ മോർച്ചയുടേത്. ഇപ്പോൾ അത് സംഘർഷത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ്. എന്താണ് ഇപ്പോൾ വിവരങ്ങൾ? അല്പസമയം മുമ്പാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തതിന്റെ പിന്നാലെ ഒരു കൂട്ടം മഹിളാ മോർച്ച പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് ചാടിക്കയറുകയായിരുന്നു. പിന്നീട് പ്രവർത്തകർ താഴെ ഇറങ്ങി ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചതിന് പിന്നാലെ മഹിളാ പ്രവർത്തകരെല്ലാം ചേർന്ന് ജലപീരങ്കിക്ക് നേരെയായി. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുപോലെ യുവമോർച്ച മാർച്ചും ഏതാണ്ട് ഇതേ രീതിയിലായിരുന്നു. മഹിളാ മോർച്ച പ്രവർത്തകർ മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും രൂക്ഷമായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജലപീരങ്കിക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നത്. ശബരിമല വിഷയത്തിൽ അന്വേഷണം വേണം, ശബരിമല വിഷയത്തിൽ വാസവൻ രാജിവെക്കണം, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും ബി.ജെ.പിയും യുവമോർച്ചയും മഹിളാ മോർച്ചയും കഴിഞ്ഞ ദിവസങ്ങളിലായി മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു ഇന്നും സമരം മുന്നോട്ട് പോകുന്നത്. ശക്തമായ സമരമായിരുന്നു. നിരവധി സ്ത്രീകളാണ് പങ്കെടുത്തത്. തിരുവനന്തപുരം ജില്ല കൂടാതെ സാധാരണ ഇല്ലാത്ത രീതിയിൽ മറ്റ് ജില്ലകളിൽ നിന്നുൾപ്പെടെ മഹിളാ മോർച്ചയുടെ പ്രവർത്തകരെ തലസ്ഥാനത്തെത്തിയിട്ടായിരുന്നു മാർച്ച് നടന്നത്. ഇപ്പോഴും ആ ജലപീരങ്കിക്ക് മുന്നിൽ മഹിളാ മോർച്ച പ്രവർത്തകർ സംഘടിച്ച് നിൽക്കുകയാണ്. ഒരു സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നില്ല. കൂടുതൽ മഹിളകളായതുകൊണ്ട് തന്നെ മറ്റു സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. പക്ഷേ മറുഭാഗത്ത് നിന്ന് ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പോലീസിന് നേരെ ഒരു പ്രകോപനം സൃഷ്ടിക്കുന്നുണ്ട് മഹിളാ മോർച്ച പ്രവർത്തകർ എന്നുള്ളതാണ്. അതിന് വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയാണ് ശ്രുതി. സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സംഘപരിവാരങ്ങളുടെയും ബി.ജെ.പിയുടെയും ശക്തമായ പ്രതിഷേധം അഴിച്ചുവിടുന്നു എന്ന തോന്നലുണ്ടാക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം യുവമോർച്ചയും ഇന്ന് മഹിളാ മോർച്ചയും രണ്ടാമത്തെ തവണയും മഹിളാ മോർച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്നു എന്നുള്ളതാണ്. അതിശക്തമായ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിക്കുന്നു. ശബരിമല വിഷയം ഒരു വലിയ രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരികയാണ് ബി.ജെ.പിയും കോൺഗ്രസും. അതിന്റെ ഭാഗമായാണ് തുടർച്ചയായി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം യുവമോർച്ച, ഇന്നിപ്പോൾ മഹിളാ മോർച്ച. സാധാരണ സമരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റ് ജില്ലകളിൽ ഉൾപ്പെടെ പ്രവർത്തകരെ ഇറക്കിക്കൊണ്ടാണ് ഇപ്പോൾ ആ ബസിന്റെ മുകളിലേക്ക് കയറാനുള്ള ഒരു ശ്രമമാണ്. ജലപീരങ്കിയുടെ നെറ്റിൽ പിടിച്ച് മുകളിലേക്ക് കയറുകയാണ് പ്രവർത്തകർ എന്നതാണ്. രണ്ടാമത്തെ തവണ ജലപീരങ്കി പ്രയോഗിച്ചതിന് പിന്നാലെയാണ് പ്രവർത്തകർ ജലപീരങ്കിക്ക് മുകളിലേക്ക് കയറുന്നതും പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. നൂറുകണക്കിന് പ്രവർത്തകരാണ് ഇന്നത്തെ മാർച്ചിൽ പങ്കെടുത്തത്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിന്റെ അപ്പുറത്തു നിന്ന് തുടങ്ങിയ മാർച്ച് പ്രകടനമായി ഇവിടെ എത്തി. ഈ പ്രവർത്തകരെ നീക്കാനുള്ള ശ്രമം, വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രവർത്തകരെ നീക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അവർ പിന്തിരിയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ശക്തമായ പ്രതിഷേധം മഹിളാ മോർച്ച പ്രവർത്തകരുടെ ഭാഗമായി ഉണ്ടാകുന്നു. ആ ബസിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങാനുള്ള നിർദ്ദേശമാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ മഹിളാ മോർച്ച പ്രവർത്തകർക്ക് കൊടുക്കുന്നത്. അവർ താഴെ ഇറങ്ങാൻ തയ്യാറല്ല. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വനിതാ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഇപ്പോൾ സമരം പുരോഗമിക്കുന്നത്. ശക്തമായ പ്രതിഷേധം. 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചതിന് പിന്നാലെ പിന്നീട് ജലപീരങ്കിക്ക് നേർക്കായി മഹിളാ മോർച്ച പ്രവർത്തകരുടെ മാർച്ച് പോലീസ് വാഹനത്തിന് നേരെ തിരിയുന്ന ഒരു ചിത്രം. വലിയ പോലീസ് സന്നാഹം ഇവിടെയുണ്ട്. വലിയ സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നിരവധി സ്ത്രീകൾ സമരത്തിന്റെ ഭാഗമായി പങ്കെടുക്കും എന്ന് പോലീസിന് നേരത്തെ തന്നെ അറിയിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 2 ജലപീരങ്കിയും വലിയ പോലീസ് സുരക്ഷയും എല്ലാം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. കൊടികെട്ടിയ വടിയുമായാണ് ബസിന്റെ മുകളിലേക്ക് പ്രവർത്തകർ കയറുന്നത്. ചിലർ കൊടികെട്ടിയ വടി ഈ പോലീസ് വാഹനത്തിന് ജലപീരങ്കിക്ക് മുന്നിൽ ഉയർത്താൻ ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല കൊടികെട്ടിയ വടി ഉയർത്തി മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ബസിന് നേർക്കാണ്, ജലപീരങ്കിക്ക് നേർക്കാണ് ഇപ്പോൾ പ്രതിഷേധമെല്ലാം തുടരുന്നത്. ശക്തമായ പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുന്നിൽ. സമീപകാലത്തൊന്നും
പ്രതിഷേധം. പ്രസാദ്, ഇപ്പോൾ പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസിനാകുന്നില്ലേ? എന്താണ് അവിടുത്തെ കാഴ്ച? പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകുന്നില്ല. ഇപ്പോൾ ജലപീരങ്കിക്ക് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പോലീസുകാർ കൂടി നിൽക്കുന്ന ഭാഗത്തേക്കാണ് ഇപ്പോൾ യുവമോർച്ച പ്രവർത്തകർ സംഘടിതമായി നീങ്ങുന്നത്. ക്ഷമിക്കണം, മഹിളാ മോർച്ച പ്രവർത്തകർ കഴിഞ്ഞ ദിവസം നമ്മൾ യുവമോർച്ചയുടെ മാർച്ചിൽ കണ്ടതാണ്. ജലപീരങ്കിക്ക് നേരെയും പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയും വലിയ രീതിയിലുള്ള പ്രകോപനമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായെങ്കിൽ പോലും അതൊരു വലിയ ലാത്തിചാർജിലേക്ക് പോയില്ല എന്ന് നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ മഹിളാ മോർച്ച പ്രവർത്തകരും അതിരൂക്ഷമായ പ്രതിഷേധം പോലീസിനെതിരെ തീർക്കുന്നു. ആദ്യം ആ ബാരിക്കേഡിന് മുകളിൽ കയറിയിരുന്നു, പിന്നീട് താഴെ ഇറങ്ങിയത് തള്ളിമാറ്റാൻ ശ്രമിച്ചു. അപ്പോഴേക്കും 2 തവണയാണ് പോലീസ് ഇവർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചത്. ആ സമയത്തെല്ലാം ജലപീരങ്കിക്ക് നേരെയായി പ്രതിഷേധം. ഇപ്പോൾ ആ ജലപീരങ്കിക്കും അതുപോലെ ബാരിക്കേഡിനും ഇടയിൽ കൂടി നിൽക്കുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേർക്കാണ് മഹിളാ മോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം. രൂക്ഷമായ മുദ്രാവാക്യം വിളികളാണ്, ഉണ്ടും തള്ളും നടക്കുന്നുണ്ട്. ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർത്തുക എന്ന രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായാണ് BJPയുടെ വിവിധ സംഘടനകൾ, യുവമോർച്ചയും മഹിളാ മോർച്ചയും ഉൾപ്പെടെയുള്ളവർ തുടർച്ചയായി ഈ വിഷയത്തിൽ സമരത്തിലേക്ക് നീങ്ങുന്നത്. ശബരിമല വിഷയം രാഷ്ട്രീയമായി ഉയർത്തി നിൽക്കുക എന്നുള്ളത് തന്നെയാണ്, രാഷ്ട്രീയമായി ഉയർത്തുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ തിരിഞ്ഞ പ്രവർത്തകർ മറുവശത്തേക്ക് പോകുന്നുണ്ട്. ഒരുപക്ഷെ സെക്രട്ടേറിയറ്റിനകത്തേക്ക് ചാടിക്കടക്കാനുള്ള ശ്രമവും ഉണ്ടാകുമെന്നുള്ളതാണ്. പതിവിൽ നിന്ന് വിപരീതമായി വലിയ സംഘം വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഇവിടെയുണ്ട്. മുഴുവനും സ്ത്രീകളാണ് എന്നുള്ളതുകൊണ്ട് തന്നെ പുരുഷ പോലീസുകാർക്ക് ഈ സമരത്തെ നിയന്ത്രിക്കാനുമാകില്ല. അതുകൊണ്ട് തന്നെ സമരം മറ്റു തരത്തിൽ പോകാതിരിക്കാനുള്ള വലിയ ശ്രമം അത് മഹിളാ മോർച്ച പ്രവർത്തകരുടെ ഭാഗമായി ഉണ്ട്. ശക്തമായ പ്രതിഷേധമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ ബാരിക്കേഡിന് മുകളിലേക്ക് നിരവധി സ്ത്രീകളാണ് ചാടിക്കയറിയത്. ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിച്ചു. 2 തവണ പോലീസ് ഇവർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. ഇപ്പോഴും ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ഒരു ശ്രമം നടക്കുകയാണ് എന്നതാണ്. മറുഭാഗത്ത് ജലപീരങ്കിക്ക് നേരെ പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി ജലപീരങ്കിക്ക് മുകളിലേക്ക് ചാടിക്കയറുന്നത് നമ്മൾ കണ്ടു. മറ്റൊരു ഘട്ടത്തിൽ വനിതാ പോലീസിന്റെ ഇടയിലേക്ക് മഹിളാ മോർച്ച പ്രവർത്തകർ കയറുന്നത് നമ്മൾ കണ്ടു. ഇപ്പോഴും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോയിട്ടില്ല. ഒരു സംഘർഷത്തിന്റെ സാധ്യത, പോലീസുമായി ഉന്തും തള്ളുമുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സാധാരണ മഹിളാ മോർച്ചയുടെ സമരത്തിൽ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി വലിയ ജനക്കൂട്ടമാണ് ഇത്തവണത്തെ സമരത്തിൽ എത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം കൂടാതെ മറ്റ് ജില്ലകളിൽ നിന്നും ഉൾപ്പെടെ പ്രവർത്തകരെ എത്തിച്ചുകൊണ്ട് ഒരു ശക്തി പ്രകടനം കൂടിയാക്കി ഈ മാർച്ച് മാറ്റി എന്നുള്ളതാണ് ഈ മാർച്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതുകൊണ്ട് തന്നെ പോലീസും ആ രീതിയിലുള്ള മുൻകരുതലുകൾ എടുത്തിട്ടുള്ള ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോകാതിരിക്കാനുള്ള മുൻകരുതലാണ് മഹിളാ മോർച്ച പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്.